ഹായ് ഓൾ, വെൽക്കം ടു ഐ ഫോർ എഡ്യൂക്കേഷൻ. നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോ സോഷ്യൽ ബിഹേവിയർ ആണ്. സോഷ്യൽ സൈക്കോളജിയിൽ തന്നെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന സീക്വൻഷ്യലി അറേഞ്ച് ചെയ്യാനാണെങ്കിലും തിയറീസ് ബേസ് ചെയ്തിട്ടാണെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് പ്രോ സോഷ്യൽ ബിഹേവിയർ. എന്താണ് പ്രോ സോഷ്യൽ ബിഹേവിയർ? ഒരാളെയും നമ്മൾ കാണുന്ന സിറ്റുവേഷനിൽ അയാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു ടെൻഡൻസി ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ പ്രോ സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത്. സോ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഒരാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളെ ഏബിൾഡ് ആക്കുന്ന ആ ഒരു ഫീലിംഗ്, അതിനാണ് പ്രോ സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ആ ഒരു പ്രോ സോഷ്യൽ ബിഹേവിയർ ഉണ്ടാവുന്നത് എന്നതിനെ പറ്റി ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അതിൽ തന്നെ ലെറ്റാനി ആൻഡ് ഡാർലി പറയുന്ന ഒരു സീക്വൻഷ്യൽ തിയറി ഉണ്ട്. അതാണ് പൊതുവെ നമ്മുടെ ചോദിച്ച് കാണാറുള്ളത്, ലൈക്ക് എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഹെൽപ്പിങ്ങിലേക്ക് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു തിയറിയാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് നോക്കുന്നത്. ഓക്കെ, സോ അതാണ് ഈ സീക്വൻഷ്യൽ തിയറി. ഓക്കെ, സ്റ്റേജസ് ഓഫ് ഹെൽപ്പിംഗ് ബിഹേവിയർ. ഇവിടെ 5 സ്റ്റേജസ് ആയിട്ടാണ് പ്രോ സോഷ്യൽ ബിഹേവിയറിനെ പറ്റി പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് നോട്ടീസിങ് ദ ഈവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ മുന്നിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മളത് കാണണം. എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു സിറ്റുവേഷനോടെ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരാൾക്ക് ഒരു ആക്സിഡന്റ് നടന്നു. നമ്മളത് കാണാതെ നടന്നു പോകുവാണെങ്കിൽ അവിടെ ഹെൽപ്പിംഗ് ബിഹേവിയർ ഉണ്ടാവില്ല. അപ്പൊ ആദ്യം നമ്മൾ ആ ഒരു സിറ്റുവേഷനെ നോട്ടീസ് ചെയ്യണം. നോട്ടീസിങ് എന്നുള്ള ആ വേർഡ് ഓർത്ത് വെക്കുക. എന്ത് കാര്യവും നോട്ടീസ് ചെയ്ത് കഴിയുമ്പോഴേ അത് പ്രോ സോഷ്യൽ ബിഹേവിയറിലേക്ക് പോകുന്നുണ്ടാവുള്ളൂ. സോ ഫസ്റ്റ് വി മസ്റ്റ് നോട്ടീസ് ദാറ്റ് സംതിങ് ഈസ് അൺയൂഷ്വൽ. നോർമലി നടക്കുന്ന ഒരു കാര്യമല്ല, ഇവിടെ എന്തോ അൺയൂഷ്വൽ ആയിട്ട് നടക്കുന്നു എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ നോട്ടീസ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം വരുന്നതാണ് ഇന്റർപ്രിറ്റിംഗ് ദ സിറ്റുവേഷൻ ആസ് എമർജൻസി. എമർജൻസി എന്നുള്ള ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു സിറ്റുവേഷൻ കാണുന്നു, അതിനെ നോട്ടീസ് ചെയ്ത് നടന്നു പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഹെൽപ്പിംഗ് വരുന്നില്ല. അതിനെ എമർജൻസി ആണ് എന്ന് വെച്ചാൽ നമ്മൾ എന്നും കാണുന്ന ഒരു റോഡിലെ സിറ്റുവേഷൻ അല്ല. ഇപ്പോൾ ഒരാൾക്ക് വണ്ടി ഇടിച്ച് അവിടെ കിടക്കുകയാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഏർജൻ്റ് ആണ് എന്നുള്ള ആ ഒരു എമർജൻസി നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യണം. നോർമലി നടക്കുന്ന ഒരു കാര്യമല്ല, പകരം അവിടെ എന്തൊക്കെയൊക്കെയോ പ്രത്യേകത ഉണ്ട്, നമ്മൾ എന്തൊക്കെയൊക്കെയോ ആക്ഷൻസ് എടുക്കണം എന്നുള്ള ആ ഒരു എമർജൻസി നമ്മുടെ മൈൻഡിലേക്ക് വരണം. അപ്പം ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എമർജൻസി ആയിട്ട് തന്നെ ഇന്റർപ്രിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എന്താ നോട്ടീസ് ചെയ്ത് നോക്കി അവിടെ എന്തൊക്കെയോ നടക്കുന്നു, അത്രേ ഉള്ളൂ, നമ്മൾ പോകുന്നു, അങ്ങനെ പോയിക്കളയും. അതാണ് രണ്ടാമത്. ഇപ്പം നോട്ടീസ് ചെയ്യുന്നു, രണ്ടാമത് നമ്മൾ ആ ഒരു സിറ്റുവേഷനെ എമർജൻസി ആയിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യുന്നു. മൂന്നാമത് വരുന്നതാണ് അസ്യൂമിങ് റെസ്പോൺസിബിലിറ്റി. നമ്മളിപ്പം കാണുന്നു, അതിനെ എമർജൻസിയാന്ന് മനസ്സിലാക്കുന്നു, നമ്മൾ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത് അവിടെ ഞാനൊരു ആക്ഷൻ എടുക്കണം. ഇപ്പം അയാൾക്ക് ആക്സിഡന്റ് നടന്നു, ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരും ഇല്ല, അപ്പം ഞാനാണ് ഹെൽപ്പ് ചെയ്യേണ്ട ഒരു വ്യക്തി. അപ്പം ആ ഒരു മാനസിക പരിഗണന വെച്ച് എൻ്റെ ഭാഗത്തും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഞാൻ അവിടെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം എന്ന രീതിയിലേക്ക് എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് തീരുമാനിക്കുമ്പോൾ മാത്രമേ അവിടെ ഒരു ഹെൽപ്പിങ്ങിലേക്ക് അത് പോകുന്നുള്ളൂ. സോ നമ്മൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്, ഓക്കെ, അവരാരെങ്കിലും ഹെൽപ്പ് ചെയ്തോളും ഞാൻ വിചാരിക്കുവാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കി ഞാൻ പോകുന്നുണ്ടായിരിക്കും. അപ്പം നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി അവിടെ അസ്യൂം ചെയ്യണം. ഓക്കെ, ഇപ്പം നോട്ടീസ് ചെയ്യുന്നു, എമർജൻസി ആണെന്ന ഇതിലേക്ക് നമ്മൾ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി അസ്യൂം ചെയ്യുന്നു. ഇനി അതിനുശേഷം വരുന്നതാണ് നോയിങ് ഹൗ ടു ഹെൽപ്പ്. അപ്പം നമ്മൾ കണ്ട കാര്യം എമർജൻസി എന്ന് മനസ്സിലാക്കി എൻ്റെ ഭാഗത്തൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇനി എങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്ന് മനസ്സിലായാൽ മാത്രമല്ലേ എനിക്കത് ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. അപ്പം എങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഓക്കെ, വണ്ടി ഇടിച്ച് വീണ ആളാണ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആദ്യം ഞാൻ എന്ത് ചെയ്യണം? അയാൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണോ, അത് ഡയറക്റ്റ്ലി ആംബുലൻസിലേക്ക് വിളിക്കണോ, ഇനി വീട്ടുകാരെ വിളിക്കണോ? അങ്ങനെ ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ച് ഞാൻ എങ്ങനെ അയാളെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആലോചിക്കുന്ന ആ ഒരു സ്റ്റേജാണ് നോയിങ് ഹൗ ടു ഹെൽപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ആലോചിച്ചാൽ മാത്രമേ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് അവിടെ എടുക്കാൻ പറ്റൂ. സോ നാലാമത് വരുന്ന സ്റ്റേജ് ആണ് നോയിങ് ഹൗ ടു ഹെൽപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷമാണ് ഡിസൈഡിങ് ടു ഇംപ്ലിമെന്റ് ദ ഹെൽപ്പ്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ആക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നമ്മൾ ഇതിന് മുന്നത്തെ സ്റ്റേജിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്ന് മനസ്സിലാക്കി, ഇനി നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, എന്നാൽ പിന്നെ ആദ്യം ഫസ്റ്റ് എയ്ഡ് കൊടുത്തേക്കാന്ന് വെച്ചിട്ട് അയക്ക് CPR അല്ലെങ്കിൽ എന്താണോ കൊടുക്കേണ്ടത് അത് നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ടായിരിക്കും. എന്നിട്ട് അടുത്ത ആംബുലൻസ് വിളിക്കുന്നു, ആശുപത്രിയിലാക്കുന്നു, വീട്ടുകാരെ വിളിക്കുന്നു, അവരെടുത്ത് റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്കായിട്ട് പോകുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ലാസ്റ്റ് സ്റ്റേജ്. അപ്പം ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്? നോട്ടീസ് ചെയ്യുവാണ്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് അതിനെ എമർജൻസി ആയിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യുവാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി അസ്യൂം ചെയ്യുന്നു, പിന്നെ നോയിങ് എങ്ങനെ ഹെൽപ്പ് ചെയ്യണം നമ്മൾ മനസ്സിലാക്കുന്നു, ആ ഒരു ഹെൽപ്പ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഇങ്ങനെ 5 സ്റ്റേജസിലൂടെയാണ് നമ്മൾ പ്രോ സോഷ്യൽ ബിഹേവിയർ ആക്ട് ഔട്ട് ചെയ്യുന്നതെന്നാണ് ലെറ്റാനി ആൻഡ് ഡാർലി ഈ ഒരു സ്റ്റേജ് തിയറിയിൽ പറയുന്നത്.
ഓക്കെ, അപ്പം ഇനി എങ്ങനെയൊക്കെ നമ്മളൊരു സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്യാം, ഇങ്ങനെയാണ് ഹെൽപ്പിങ്ങിലേക്ക് വരുന്നത്. പക്ഷെ ഒരാളെ കാണുമ്പോൾ ഹെൽപ്പ് ചെയ്യുവോ ഇല്ലയോ എന്നുള്ള ചാൻസ് മാറുന്നു. അതെങ്ങനെയൊക്കെ വരുന്നു എന്നതിനെ പറ്റി ഇതല്ലാതെയും കുറെ തിയറീസ് വന്നിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കി പോകാം. ഓക്കെ, ഫസ്റ്റ് വരുന്നത് ഈ ഹെൽപ്പിംഗ് ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള 3 റീസൺസ് ആണ്. ഓക്കെ, അതിനാണ് ബൈസ്റ്റാൻഡർ ഇഫക്റ്റ് എന്ന് പറയും. ഓക്കെ, ബൈസ്റ്റാൻഡർ ഇഫക്റ്റ് എന്ന് ഇത്രയേ ഉള്ളൂ. ഒരു ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന കാരണങ്ങളാണ് ബൈസ്റ്റാൻഡർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതിലൊന്നാണ് പ്ലൂറലിസ്റ്റിക് ഇഗ്നോറൻസ്. പ്ലൂറലിസ്റ്റിക് ഇഗ്നോറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശരിക്കും ഒരു എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് പോലും നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ എന്തോ കാണുന്നു, നമ്മളിത് കണ്ടു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നു. അവിടെ നടക്കുന്നതാണ് പ്ലൂറലിസ്റ്റിക് ഇഗ്നോറൻസ്. നമ്മൾ അൺഷ്യൂർ ആണ് ആ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. ഹെൽപ്പ് വേണം, അവിടെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള കാര്യമൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഹെൽപ്പ് ചെയ്യാതെ പോകുന്നതാണ് ഒന്നാമത്തെ പ്ലൂറലിസ്റ്റിക് ഇഗ്നോറൻസ് എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നതാണ് ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള അസ്യൂമിങ് റെസ്പോൺസിബിലിറ്റിയിലാണ് ഈ ഒരു ബൈസ്റ്റാൻഡർ ഇഫക്റ്റ് ഉണ്ടാവാൻ കാരണമാവുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്ന് മനസ്സിലാക്കാതെ ഓക്കെ ബാക്കി ആൾക്കാർ ചെയ്തോളും എന്ന രീതിയിലേക്ക് ഹെൽപ്പ് ചെയ്യാതിരിക്കുമല്ലോ. അതിനെയാണ് ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി ബാക്കിയുള്ള ആൾക്കാർ ചെയ്യും എന്ന രീതിയിലേക്ക് നമ്മൾ ഡിഫ്യൂസ് ചെയ്യുന്നു, നമുക്കൊരു കുറ്റബോധം ഇല്ലാതിരിക്കുന്നു. അതാണ് രണ്ടാമത്തെ ഒരു ബൈസ്റ്റാൻഡർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. മൂന്നാമത് വരുന്നതാണ് ഇവാലുവേഷൻ അപ്രിഹെൻഷൻ. ഇത് ലാസ്റ്റ് നമ്മൾ ആ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതാണ് ഇവാലുവേഷൻ അപ്രിഹെൻഷൻ. ഞാനിപ്പോൾ അയാൾക്ക് പോയിട്ട് ഡയറക്റ്റ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആംബുലൻസിലേക്ക് വിളിക്കുന്നു. ഇവിടെയുള്ള ആൾക്കാർ ഇനി എന്നെ ജഡ്ജ് ചെയ്യുമോ, ഞാൻ ചെയ്യുന്നത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവരെന്നെ കളിയാക്കില്ല, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നെന്ന് വിചാരിക്കില്ലേ? അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ ആക്ട് ചെയ്യാതിരിക്കുവാണ്. അതിനെയാണ് ഇവാലുവേഷൻ അപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 3 റീസൺസ് ആണ് മെയിൻലി ബൈസ്റ്റാൻഡർ ഇഫക്ട്സ് നമുക്ക് ഉണ്ടാവാൻ കാരണമാകുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ശരിക്കും ഒരു സിറ്റുവേഷനിൽ ബൈസ്റ്റാൻഡർ ഇഫക്റ്റ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രോ സോഷ്യൽ ബിഹേവിയറിലേക്ക് പോകുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് തിയറീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് കിൻ സെലക്ഷൻ തിയറി. കിൻ സെലക്ഷൻ തിയറി ഒരു എവല്യൂഷണറി തിയറിയാണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ റിലേറ്റീവ്സിനെ, അല്ലെങ്കിൽ ഇതിന്റെ പറയുന്ന മറ്റൊരു പേരാണ് സെൽഫിഷ് ജീൻ തിയറി. നമ്മുടെ സിബ്ലിങ്സ്, പാരൻസ്, കസിൻസ്, ഇവരെ ഒരു സ്ട്രേഞ്ചറിനെ കമ്പയർ ചെയ്യുമ്പം കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് അറിയാവുന്ന നമ്മളായിട്ട് ജനറ്റിക് മെറ്റീരിയൽ ഷെയർ ചെയ്യുന്ന ആൾക്കാരായിട്ടാണ്. കാരണം എന്താണ്, അവരെ നമുക്ക് കൂടുതൽ അറിയാം, അവർ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണ് എന്നൊക്കെ ഉള്ളൊരു കണക്ഷൻസ് വരുന്നുണ്ട്. പക്ഷെ കിൻ സെലക്ഷൻ തിയറി പ്യുവർലി പറയുന്നത് നമ്മൾ ഇവരായിട്ട് ജനറ്റിക് മെറ്റീരിയൽസ് ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ചിൽഡ്രനെ അല്ലെങ്കിൽ നമ്മുടെ കസിൻസിനെ ഹെൽപ്പ് ചെയ്യുമ്പം നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്യുവാണ്. അപ്പോൾ ഇനി അവരുടെ മക്കളിലേക്ക് അവിടെ ജനറ്റിക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മുടെ ജനറേഷൻസ് അതേപോലെ കണ്ടിന്യൂ ചെയ്തു പോകും, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പം നമ്മുടെ ആ ഒരു ജനറേഷനെ ഇനി അങ്ങോട്ടേക്ക് നീട്ടിക്കൊണ്ടുപോകാനായിട്ട് ജനറ്റിക്കലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കൂടുതൽ ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്ന ഒരു തിയറിയാണ് കിൻ സെലക്ഷൻ തിയറി. അപ്പൊ ഇവിടെ പ്യുവർലി ആ ഒരു ജനറ്റിക് ആയിട്ടുള്ള കണക്ഷൻസ് കൊണ്ടാണ് നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നതും ചെയ്യാതിരിക്കാനുള്ള കണക്ഷൻസ് എന്ന് പറയുന്നതാണ്. അപ്പം ഒരുപാട് ക്രിറ്റിസിംസ് വന്നിട്ടുള്ള ഒരു തിയറിയാണ്. കാരണം അതല്ലാതെ നമ്മൾ ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം അത്തരത്തിലൊരു സെൽഫിഷ് ജീൻ തിയറി എന്ന് പറയുന്നതാണ് ഈ ഒരു കിൻ സെലക്ഷൻ തിയറി. ഓക്കെ, ഇനി രണ്ടാമത് വരുന്ന തിയറിയാണ് നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് മോഡൽ. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൻലി ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്കുണ്ടാവുന്ന നെഗറ്റീവ് ഇമോഷൻസിനെ റെഡ്യൂസ് ചെയ്യാനായിട്ടാണ്. ഇപ്പം നമ്മുടെ അടുത്ത് ഒരാൾ വന്നിട്ട് കരഞ്ഞുകൊണ്ട് അയാളുടെ ഒരു ബുദ്ധിമുട്ട് പറയുവാണെങ്കിൽ ആ കരച്ചിൽ കാണുന്ന സമയത്ത് നമുക്കൊരു നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാകും. നമ്മളത് എഫക്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇൻഡയറക്ട്ലി നമുക്കൊരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്യുന്നു, അയാൾ ചിരിക്കുന്നു, അയാൾ ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പം ഉള്ളിനുള്ളിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവുന്നില്ല, വന്നു കാര്യം പറഞ്ഞ് നമ്മൾ സോൾവ് ചെയ്ത് വിട്ടു, ഒരു ഹാപ്പിനെസ് ഉണ്ടാവുന്നു. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഉണ്ടാവുന്ന നെഗറ്റീവ് ഇമോഷൻസിനെ നമ്മൾ ഇല്ലാതാക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. അവരെ ഫീൽ ബെറ്റർ ആക്കാൻ ശ്രമിക്കുമ്പം ഇൻഡയറക്ട്ലി നമ്മൾ ഫീൽ ബെറ്റർ ആവുകയാണ്. അങ്ങനെയാണ് നമ്മൾ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളൊരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഹെൽപ്പിംഗ് തിയറിയാണ് നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് മോഡൽ. ഓക്കെ, ഇനി മറ്റൊരു തിയറിയാണ് എംപത്തി ജോയ് ഹൈപ്പോത്തസിസ്. അപ്പം ഇത് വളരെ വീണ്ടും ഈഗോയിസ്റ്റിക് ആയിട്ട് വരുന്ന മറ്റൊരു തിയറിയാണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ
അവർ സന്തോഷിക്കുന്നത് കാണുമ്പം നമുക്ക് ഇൻഡയറക്ട്ലി എന്താണ്, നമ്മൾ കാരണം ഒരാൾക്ക് ബെനിഫിറ്റ് ഉണ്ടായി. ആ ബെനിഫിറ്റ് ഉണ്ടായി എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മളിലേക്കൊരു റീഇൻഫോഴ്സ്മെന്റ് വരുന്നു. ഇപ്പം നമ്മളറിയാം, നമ്മൾ ചെയ്യുന്ന ഒരു ബിഹേവിയറിന് നല്ലൊരു കോൺസിക്വൻസ് ആണ് വരുന്നതെങ്കിൽ വീണ്ടും ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഇൻഡയറക്ട്ലി നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുവാണ്. അവരെ സന്തോഷിക്കുന്നുണ്ടോ ഇല്ലയോ ഓക്കെ, നമ്മൾ ചെയ്യുമ്പം പോസിറ്റീവ് ആയിട്ടുള്ള കോൺസിക്വൻസ് വരുന്നു, നമ്മൾ വീണ്ടും ചെയ്യുന്നു. ആ ഒരു റീഇൻഫോഴ്സ്മെന്റ് ആണ് നമ്മൾ വീണ്ടും വീണ്ടും ഹെൽപ്പ് ചെയ്യുന്നത് പറയുന്ന ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള തിയറിയാണ് എംപത്തിക് ജോയ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വീണ്ടും ഇന്റേണലി നമുക്ക് ഉണ്ടാവുന്ന ഗുണം കൊണ്ടാണ് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അവര് നമ്മളെ ഹെൽപ്പ് ചെയ്ത് സന്തോഷിക്കുന്നു, ഇൻഡയറക്ട്ലി അത് നമുക്ക് സന്തോഷം തരുന്നു. അതാണ് എംപത്തിക് ജോയ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു തിയറിയാണ് എംപതി ഓൾട്ടിസം ഹൈപ്പോത്തസിസ്. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് നമുക്ക് എന്തോ ബെനിഫിറ്റ് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. നേരത്തെ സെൽഫിഷ് ജീൻ തിയറിയിൽ പറഞ്ഞു നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ സേഫ് ആവുന്നു, അത് കഴിഞ്ഞൊരു തിയറിയിൽ നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ് കുറയുന്നു, നമുക്ക് ഇന്റേണലി ഹാപ്പിനെസ് ഉണ്ടാവുന്നു എന്നൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇവിടെ പറയുന്നത് ട്രൂലി ഓൾട്രിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹെൽപ്പിംഗ് ആണ്. ഇപ്പം ആരും അറിയാതെ ഒരു ചാരിറ്റി ഹൗസിൽ പോയിട്ട് നമ്മൾ ഒരുപാട് പൈസ ഡൊണേറ്റ് ചെയ്യുന്നു. അവിടെ ഇൻഡയറക്ട്ലി നമ്മുടെ പേര് പോലും ആരും അറിയുന്നില്ല. അവിടെ ഏതൊക്കെയോ പിള്ളേർക്ക് ആ പൈസ കൊണ്ട് സന്തോഷം കിട്ടുന്നു, അവർ ഹാപ്പിയായി പൊക്കോട്ടെ. നമ്മൾ ഇൻട്രൻസിക്കലി മോട്ടിവേറ്റഡ് ആയിട്ട് അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യുന്നു, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എംപതി ഓൾട്ടിസം ഹൈപ്പോത്തസിസ്. തിരിച്ചൊന്നും കിട്ടാതെ അവർ പ്രോസോഷ്യൽ ബിഹേവിയർ കാണിക്കുന്നു, അതിൽ തന്നെ ഹാപ്പിനെസ് ആവുന്നു, അതുകൊണ്ട് നമ്മൾ പ്രോസോഷ്യലി ഓരോരുത്തരെയും ഹെൽപ്പ് ചെയ്യുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് ഈ ഒരു ഹൈപ്പോത്തസിസ്. അപ്പം ഒരാൾക്ക് വളരെ ഹൈ ഹൈപ്പോത്തസിസ് ആണെങ്കിൽ അതൊരു ഓൾട്രിസ്റ്റിക് ആയിട്ടുള്ള ഹെൽപ്പിംഗ് ആയിരിക്കും, ഇവിടെ പറയുന്ന പോലത്തെ തിയറി ആയിരിക്കും. വളരെ ലോ ഹൈപ്പോത്തസിസ് ആണെങ്കിൽ അത് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും എന്ന് ആലോചിച്ചിട്ടായിരിക്കും ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് എംപതി ഓൾട്രിസ്റ്റിക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ലാസ്റ്റ് വരുന്ന തിയറിയാണ് റെസിപ്രോക്കൽ ഓൾട്രിസം തിയറി. ഇവിടെ ഇത്രയേ ഉള്ളൂ, റെസിപ്രോസിറ്റി ആണ്. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു പെൻ എക്സാം എഴുതാൻ തരുവാണെങ്കിൽ ഭാവിയിൽ എനിക്കൊരു ആവശ്യം വരുമ്പോൾ നിങ്ങളത് റിട്ടേൺ ചെയ്യും. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു, എന്തോ എമർജൻസി ആയിട്ട് എക്സാം എഴുതാൻ പോയി പേനയില്ലായിരുന്നു, ഞാനപ്പോൾ ഹെൽപ്പ് ചെയ്തു. ഭാവിയിൽ എനിക്കൊരു എമർജൻസി വരുമ്പോൾ ഞാൻ വന്ന് ചോദിക്കുന്നു, അപ്പോൾ നിങ്ങൾക്ക് നോക്കി ഇന്ന് എന്നെ അയാൾ ഇന്ന കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തതാണ്, അപ്പോൾ ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യണം. ആ ഒരു റെസിപ്രോസിറ്റി ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഒരു എവല്യൂഷണറി ആയിട്ടുള്ള ഒരു തിയറിയാണ്. എന്നുവെച്ചാൽ ഭാവിയിൽ ഇവർ എനിക്ക് ഈ ഒരു കാര്യം റിട്ടേൺ ചെയ്തേക്കും എന്ന രീതിയിലുള്ള ഒരു എക്സ്പെക്ടേഷനിൽ നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്യുന്നതിനെയാണ് ഈ ഒരു റെസിപ്രോക്കൽ ഓൾട്രിസം തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മെയിൻലി 5 തിയറീസ് ആണ് മെയിൻ ആയിട്ട് കണ്ടത്. ഒന്ന് വരുന്നത് പ്യുവർലി ജനറ്റിക് ബേസ് ചെയ്ത് സെൽഫിഷ് ജീൻ തിയറി എന്ന് പറയുന്ന കിൻ സെലക്ഷൻ തിയറിയാണ്. നെക്സ്റ്റ് വരുന്നത് നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് മോഡൽ, നെഗറ്റീവ് ഇമോഷൻസ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ എംപത്തിക് ജോയ് ഹൈപ്പോത്തസിസ്, അവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവുന്നു, അതുകൊണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ എംപതി ഓൾട്രിസം ഹൈപ്പോത്തസിസ്, ഒന്നിനും വേണ്ടിയല്ല, നമ്മൾ നമ്മുടെ ഇഷ്ടം കൊണ്ട് നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് റെസിപ്രോക്കൽ ഓൾട്രിസ്റ്റിക് ഹൈപ്പോത്തസിസ് എന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു ഹെൽപ്പ് ചെയ്യുന്നത് ഭാവിയിൽ അവരിത് തിരിച്ച് റിട്ടേൺ ചെയ്യും എന്നുള്ളൊരു വിചാരത്തിലാണ്. സോ ഓവറോൾ പ്രോ സോഷ്യൽ ബിഹേവിയറിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. എന്താണ് പ്രോ സോഷ്യൽ ബിഹേവിയർ, അതിൽ വരുന്ന ആ ഒരു സീക്വൻഷ്യൽ തിയറി, ആ ഒരു 5 സ്റ്റേജസ്: നോട്ടീസിങ്, ഇന്റർപ്രിറ്റിംഗ് ആസ് എമർജൻസി, അസ്യൂമിങ് റെസ്പോൺസിബിലിറ്റി, അതിനുശേഷം എങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്ന് ആലോചിക്കുന്നു, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ള ലെറ്റാനി ആൻഡ് ഡാലിഡ സ്റ്റേജസ് ഓർത്ത് വെക്കുക. പിന്നെ അതേപോലെ ഹൈപ്പോത്തസിസ്, ഇതിലേക്ക് വരാവുന്ന ബൈസ്റ്റാൻഡർ ഇഫക്റ്റിന്റെ റീസൺസ് ഓർത്ത് വെക്കുക. ഈ 5 തിയറീസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രോ സോഷ്യൽ ബിഹേവിയർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ പ്രോ സോഷ്യൽ ബിഹേവിയർ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെഷനിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ അല്ലെങ്കിൽ സെഷൻ കണ്ടന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.